കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ വീട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കുറച്ച് നേരങ്ങൾക്കകം അതിവിടെ എത്തും. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ ആ സാധനങ്ങളൊക്കെ മുൻപ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് അല്ലേ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലൈഫ് തന്നെ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. മാരേജ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസങ്ങളായെങ്കിലും അതെ 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 ഞങ്ങളുടെ ശരിക്കുള്ളൊരു ലൈഫ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് ഇനി ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു വീടും അല്ലേ. അതെ, ഈ ചുറ്റുപാടിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഞങ്ങളുടെ തുടക്കം ഇവിടെയാണ്. സത്യം പറഞ്ഞാൽ വീടിൻ്റെ താക്കോല് കൈ കിട്ടിയപ്പം എനിക്ക് ഭയങ്കര ഒരു ഇമോഷനായിരുന്നു. എന്ന് വെച്ചാൽ അയ്യോ, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. പക്ഷെ ഇപ്പം സാധനങ്ങളെല്ലാം ഇവിടെ വരുമല്ലോ എപ്പോഴേ. പക്ഷേ ഒരു സംഭവമുണ്ട്, ഇത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ പപ്പ, അമ്മ, ഇവിടുത്തെ അച്ഛനും അമ്മയും വാവ ആരും അറിഞ്ഞിട്ടില്ല. അവരെല്ലാരും നേരിട്ട് വന്ന് കാണട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുന്നത്. സർപ്രൈസ് ആവട്ടെ. അതെ, ഇപ്പൊ ഞങ്ങള് പോയി ഒരു റൂം മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നമുക്ക് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് എന്തൊക്കെ സാധനങ്ങളാ വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുക. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, അതെ, ഹാപ്പിയാണ്. കാരണം ഇത് ഞങ്ങളുടെ ഒരു ബിഗിനിങ് ആണ്. അപ്പോൾ അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. വന്നപ്പോ ഗൈസ് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കിട്ടി ഗൈസ്, കോംപ്ലിമെന്റ് കിട്ടി. അതെ. അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു കൊടുത്താലോ? അപ്പൊ ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടൊരു കാര്യമാണ്. അതില്ലാണ്ട് ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക എൻ്റെ അമ്മയായിരിക്കും. അത് ഞാൻ അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കും ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഒരു ഫ്രിഡ്ജാണേ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലടാ. ശരിക്കും ഒരു എന്താ പറയണേ, ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും സ്വപ്നം കാണുന്ന പോലെയൊക്കെ തോന്നുവാടാ. അപ്പോ നമ്മള് ഫ്രിഡ്ജ് വാങ്ങിച്ചടാ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ കുഞ്ഞാ? അത് നമ്മളെ കൊണ്ട് പറ്റും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഗൈസ്, സീരിയസ്ലി ഇവൻ എൻ്റെ ലൈഫിലേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. സീരിയസ്ലി ഒരു കാര്യം ഞാൻ പറയാം, ഒരു ടൈം പീരീഡിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അമ്മയൊക്കെ വയ്യാണ്ടിരുന്ന ടൈമിൽ ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് അമ്മേനെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കാനൊക്കെ ആണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് കടന്ന്. പക്ഷെ എനിക്ക് എൻ്റെ അപ്പൂനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ എന്തെങ്ങനെ നിൽക്കുന്നേ എന്നുവെച്ചാ ഇപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം അമ്മയ്ക്ക് വയ്യാതെ വരുവാണെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ കരയത്തില്ലടാ. അയ്യോ, അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ മേ ബി ഞാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടാവണം നിന്നെ കിട്ടിയതിൽ. അതുപോലെ ഫാമിലി ആണെങ്കിലും എനിക്കിപ്പം നമ്മുടെ അമ്മയാണെങ്കിലും പപ്പയാണെങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു അനിയനോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണമെന്ന്. അപ്പോൾ എനിക്ക് വാവയെ കിട്ടി. അവൻ സംഭവം ഒരു ആചാനുഭാവമൊക്കെ ആണെങ്കിലും എനിക്ക് അവനെ കാണുമ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞ് അനിയൻ പോലെ എനിക്ക്. അതാ ഞാൻ വാവേന്ന് വിളിച്ച് പിന്നെ പുറകെ നടക്കും. എനിക്ക് അത്രയും ഞാൻ ഭയങ്കര ലക്കി ആ കാര്യത്തിൽ. അങ്ങനെ അയ്യോ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. സീരിയസ്ലി ഒരു കാര്യം പറയാം, നമ്മൾ ഈ വാങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവാൻ പോകുന്നത് ആരായിരിക്കും കുഞ്ഞാ? നമ്മുടെ അമ്മമാര്. നമ്മുടെ 2 അമ്മമാരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എന്നുവെച്ചാല് അതെ, എന്നുവെച്ചാ
എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നമ്മുടെ രണ്ടമ്മമാരും കുറെ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന രണ്ടമ്മമാരാ. അപ്പൊ അവർക്ക് ഇത് കാണുമ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാവും. പിന്നെ പപ്പയാണെങ്കിലും അച്ഛനാണെങ്കിലും, പക്ഷെ ഒന്നുകൂടെ കൂടുതൽ അമ്മമാർക്കായിരിക്കും. അവര് ചെറുപ്പം തൊട്ടേ വളർത്തി വലുതാക്കി അവരുടേതായിട്ടുള്ള ലൈഫ് പുതിയതായിട്ട് തുടങ്ങാൻ പോവാ. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു പുതിയൊരു ലൈഫ് നമ്മൾ കല്യാണം ആയെങ്കിലും ഇവിടെയാണ് നമ്മുടെ ശരിക്കും ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതെ, ഇവിടെയാണ് നമ്മുടെ തുടക്കം. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ഫ്രിഡ്ജ് വീട്ടിലേക്ക് വാങ്ങി. പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും വരുമ്പോൾ അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സി വാങ്ങി ഗൈസ്. അത് ഞാൻ ജ്യൂസർ ഉള്ളത് തന്നെ നോക്കി വാങ്ങി. എനിക്ക് വാവയൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, ഞാൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ അവൻ എന്തെങ്കിലും ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇവനാണെങ്കിലും അങ്ങനെയാ. പക്ഷെ എനിക്ക് സത്യം പറയാലോ, എനിക്ക് അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൊച്ചു വീട്ടിൽ വന്ന് കണക്കാം. അപ്പൊ എനിക്ക് അവൻ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ജ്യൂസർ വാങ്ങിച്ചു. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഇവിടെ വീട്ടിൽ ഇപ്പോൾ 1 സിലിണ്ടറാണ് എടുക്കുന്നത്. അപ്പോൾ നാളെ എങ്ങനെ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് 2 സിലിണ്ടർ ആക്കിയിട്ട് 1 സിലിണ്ടർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സിലിണ്ടർ വാങ്ങി. ഇനിയും വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടേ. അതെല്ലാം കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടപ്പം ഭയങ്കര സന്തോഷമായി ഗൈസ്. അതോടെ കാണിക്കാം അല്ലേ? അപ്പൊ ഗൈസ്, ഇനി അടുത്ത സാധനം കാണിച്ചു തരാം. അപ്പൊ നിനക്ക് ശരിക്കും അതല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇഷ്ടപ്പെടും. അതെ അതെ, ഞാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും നേരം അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാ. അപ്പൊ അതിനി കാണിച്ചു തരാവേ. കണ്ണടച്ചോ. ഗൈസ്, നമ്മള് കുറച്ച് ബെഡ്റൂം സെറ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ കുഞ്ഞാ? ഇത് ശരിക്കും ഞങ്ങള് വാങ്ങിക്കുന്ന പ്രതീക്ഷിച്ചൊരു സാധനമല്ല കേട്ടോ. സീരിയസ്ലി ഞങ്ങൾ ശരിക്കും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങിക്കാനാ പോയത്. ഇത് വാങ്ങിക്കുമെന്ന് പെട്ടെന്നൊരു തീരുമാനമായിരുന്നു. പക്ഷെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലാഭത്തിന് കിട്ടുകയും ചെയ്തു കേട്ടോ. അതിൽ ഞങ്ങൾ ഭയങ്കര എന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ അല്ലേ? പിന്നെ ഗൈസ് നോക്ക്, നമ്മള് ഒരു അലമാര വാങ്ങി. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ആ വാർഡ്രോബ് മൊത്തം ഫുള്ള് എന്നുവെച്ചാൽ മൊത്തം നിറഞ്ഞിരിക്കുക. അലമാര സ്പേസ് ഇല്ലാതെ. പക്ഷെ നമ്മുടെ പിന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു പുതിയ അലമാര വാങ്ങിക്കുവാണെങ്കിലും വീട്ടിൽ വെക്കാൻ സ്പേസ് ഇല്ല. അവിടെ എല്ലാം തിങ്ങി നിറഞ്ഞ് കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ റൂമുകളല്ലേ. അപ്പൊ എല്ലാം കൂടെ നമ്മുടെ ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുമായിരിക്കും വലിയ വീടായിരിക്കും എന്ന് തോന്നും. പക്ഷെ ചെറിയ റൂമുകളും ചെറിയതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് കിടക്കുന്നത്. അങ്ങനെ ഇപ്പൊ എന്തായാലും നമ്മളൊരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് മൊത്തം എന്റെ ഡ്രസ്സ് അടുക്കി പറക്കി വയ്ക്കും. കണ്ടോ, നല്ല രസമില്ലേ കുഞ്ഞാ? പിന്നെ അവിടെ ഉണ്ട് ഈ റൂമില് തന്നെ ഒരു അലമാര ഉണ്ടായിരുന്നു, കണ്ടോ? അതില് ഞാൻ വെക്കും. എനിക്ക് കൂടുതൽ സ്പേസ് കിട്ടും. നോ, ഈ സൈഡ് നീ എടുത്ത്, ഈ സൈഡ് മൊത്തം എന്റെ. സൂപ്പർ അല്ലേ? പിന്നെ ഒരു സൈഡ് ടേബിൾ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല രസമില്ലേ? പിന്നെ ഒരു കട്ടില്, അലമാര, കട്ടില്, പിന്നെ ഒരു സൈഡ് ടേബിള്, പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിള്. നമ്മള് ഭയങ്കര ഹാപ്പി ആയാലും ഞാൻ. അയ്യോ, എനിക്കിപ്പോ ഒത്തിരി സ്റ്റോറേജ് കിട്ടി. അപ്പൊ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പുതിയൊരു ലൈഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ആവാണ്. പിന്നെന്ന് വെച്ചാല് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പാലുകാച്ചി കഴിഞ്ഞ ടൈമില്ലേ നമ്മുടെ വീട്ടില് ഒരു കട്ടിലെങ്ങാണ്ടേ ഉള്ളൂ, അല്ല 2 കട്ടിലുണ്ട്. അലമാര ഇല്ലായിരുന്നു. അലമാര ഇല്ല, ഫ്രിഡ്ജില്ല, TV ഇല്ല, പിന്നെ ഗ്യാസ് സ്റ്റൗ ഇല്ല, മിക്സി ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു സീരിയസ്ലി കേട്ടോ. അപ്പോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷെ നമ്മളൊരു പുതിയൊരു ബിഗിനിങ് അല്ലേ ഇത്. ഇതില് നമുക്ക് വാങ്ങാൻ പറ്റിയല്ലേ കുഞ്ഞെ? ഇത് മാത്രല്ല കേട്ടോ, ഇനിയുണ്ട് കാര്യങ്ങള്. അതിനി അപ്പു കാണിച്ചു തരും. അപ്പു കൊറേ നേരമായി ഞാനെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോ ഞാനും ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഇത്രയും നല്ലൊരു പാർട്ട്ണറെ കിട്ടി. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഗ്രോ അപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇപ്പൊ ഒരു പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിക്കാനും എല്ലാം കൊണ്ടും പറ്റുന്ന ഒരു പാർട്ട്ണർ കിട്ടാന്നുള്ളത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ ഞാൻ ബ്ലെസ്ഡ് ആണ്. നമ്മള് ശരിക്കും
ബെസ്റ്റ് ഫ്രണ്ട്സാ അല്ലേ? അതെ. ഇപ്പൊ വീഡിയോയിലൊക്കെ വന്നിട്ട് എല്ലാരും പറയും ചേട്ടാന്നൊക്കെ വിളിക്കാൻ, പക്ഷെ എന്നെ ചേട്ടാന്ന് വിളിക്കണ്ടാ. ഞങ്ങൾ ആക്ച്വലി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കണേ. ഇപ്പൊ എനിക്കും അതാ ഇഷ്ടം. ഇപ്പൊ ഞങ്ങളൊരു എടാപോടാ ബന്ധമാണ്, ഞങ്ങളൊരു കുട്ടാ പൊട്ടാ ബന്ധമാണ്, ബന്ധമാണ് ഗൈസ്, ബന്ധം. അപ്പോ ലൈക്ക് ഞങ്ങൾ അങ്ങനെ ഇതാക്കാനാണ്. ഇപ്പൊ ഞങ്ങള് ഈ ഒരു റിലേഷൻഷിപ്പിന് മുമ്പ് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോ ഞങ്ങൾക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കാരണം അത് കുറച്ചും കൂടി ബെറ്റർ ആണ് അല്ലേ? ഇപ്പൊ ചേട്ടാ ഇപ്പൊ ഒരു റെസ്പെക്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വെച്ചു. ലൈക് ഡിസ്റ്റൻസ് മീൻസ് അങ്ങനെയല്ല, ആ ഒരു സംഭവത്തിനെ കഴിഞ്ഞും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള സംഭവത്തിലേക്ക് വരുമ്പോ അത് കുറച്ചും കൂടി സ്മൂത്ത് ആണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കെല്ലാം അതൊരു ഡിഫറെന്റ് ഫീലിംഗ് ആണ് കാര്യം. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാം കൊണ്ട് ഞാൻ അതെ അതാണ് ഇഷ്ടം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ഞങ്ങളിത് ഒരുമിച്ച് ഗ്രോ അപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, കാണിച്ചു തരാം. അത് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിക്കാം. അപ്പോ ഗായ്സ്, നമ്മൾ അടുത്ത കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ആ കാര്യം ചെറുതായിട്ടൊന്ന് കണ്ടു, ബട്ട് ഞാൻ ഇങ്ങനെ പിടിക്കും, കാണണ്ട. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഷിഫ്റ്റ് ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഷിഫ്റ്റ് ആയിട്ടില്ല ശരിക്കും. ഞങ്ങൾ ഇന്നലെ ഇവിടേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറച്ച് ക്ലീനിങ് പ്രോസസ്സ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ അടുത്ത സംഭവം. നമ്മളൊരു വാഷിംഗ് മെഷീനും കൂടെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ആരായിരിക്കും കുഞ്ഞാ? നമ്മുടെ തൃശ്ശൂരിലാണ് എപ്പോഴും പറയുന്നത്. എപ്പോഴും എന്റെ അടുത്ത് പറയും, ഞാനിപ്പം ഇവിടെയൊക്കെ വന്നിട്ട് തുണിയൊക്കെ കഴുകുവാണെങ്കിൽ അമ്മ പറയും, മോളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കും, ഇത്രയും പണി ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് കുറെ ജോലി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പുറം വേദന ഉണ്ടാവും കേട്ടോ. അപ്പം തൃശ്ശൂരിലാണെങ്കിൽ അമ്മ പിന്നെ ഉഴിച്ചിലൊക്കെ അറിയാം അമ്മയ്ക്ക്. അപ്പൊ അമ്മ അവിടെ കൊണ്ടുപോയി പിടിച്ച് കിടത്തി ഉഴിഞ്ഞൊക്കെ തരും. എപ്പോഴും ഞാനിങ്ങനെ വെറുതെ ഇരിക്കാനുള്ള എനിക്കിങ്ങനെ ഉഴിഞ്ഞൊക്കെ തരും, അപ്പോൾ ഒരു ആശ്വാസമാവും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയും, മോളെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കും. അങ്ങനെ അവസാനം നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയല്ലേ? അയ്യോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഈ ഷൂട്ട് കാര്യങ്ങള് അപ്പൊ അങ്ങോട്ടൊക്കെ പോയി വരുമ്പോ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ അലക്കാനായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടും. അപ്പൊ അതൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് അലക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രോസസ്സാ. അപ്പോ ലൈക്ക് അത് കുറെ ടൈം എടുക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അലക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒരു ടൈം പീരീഡിൽ ഞാൻ അങ്ങനെ ഇരുന്ന് അലക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പം എനിക്ക് കൂടുതലായിട്ടും അമ്മയ്ക്ക് വയ്യാതെ വന്നില്ലേ, ആ ടൈം പീരീഡിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്ത് കുറെ ആയപ്പോഴത്തേക്കും എനിക്ക് പുറം വേദന വരാൻ തുടങ്ങി. അങ്ങനെ വന്നു അതിന്റെ ഇടയ്ക്ക് ഞാനൊരു വലിയ ചാക്ക് പോയി പൊക്കി, അങ്ങനെ ഉളുക്കി. വേറെ സ്വഭാവം ഉണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ വഴക്ക് പറയേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചെടിച്ചട്ടിയൊക്കെയുണ്ടല്ലോ, ഭയങ്കര വലിയത്, അതൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് വെക്കും. ഞാൻ കണ്ടാ വഴക്ക് പറയും. ഞാൻ പറയാം എന്നെ വിളിക്കും, ഞാൻ എടുത്തു തരാന്ന് പറയും. കേക്കില്ല, ഒറ്റയ്ക്ക് ചെയ്യണം. പിന്നെ പാതിരാത്രിക്കൊക്കെ ചെടി സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരാളാണ് ഗൈസ്. അത് പപ്പ അങ്ങനെ തന്നെയല്ലേ? പപ്പയും സെയിം അങ്ങനെ തന്നെയാ അല്ലേ? പപ്പയും ഒരു ചെടി ഒരിടത്ത് കൊണ്ട് വെച്ചു, പക്ഷെ അവിടെ കുറെ കഴിയുമ്പം അവിടെ നിന്ന് മാറ്റി വെക്കാല്ലേ, അങ്ങനെയൊക്കെ തോന്നും ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് നമുക്കിപ്പം പൊട്ടിച്ചു നോക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സെറ്റ് ചെയ്തിരുന്ന ആളൊരു 48 മണിക്കൂറല്ലേ പറഞ്ഞേ, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ വീട് മൊത്തം നിങ്ങൾക്ക് കാണണ്ടേ, നല്ല വീടാട്ടോ, അടിപൊളി വീടാ. അപ്പം നമുക്കിവിടെ കുറച്ച് പാച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്. അല്ല, ടച്ച് വർക്കൊക്കെ അത് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് എനിക്കിവിടെ കുറേ ചെടികളൊക്കെ വെക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹോം ടൂർ വീഡിയോ ഇടാവേ. ഹോം ടൂർ വീഡിയോ നമ്മുടെ തൃശ്ശൂരിലെ വീടിൻ്റെ ചെയ്യാനുണ്ട്, അവിടുത്തെ ഒക്കെ ഞങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി. അത് പൊട്ടിച്ചോക്കാം. എനിക്ക് പിന്നെ ഈ അൺബോക്സിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കുക. കാസ്ട്രോൾ ആണോ? ആണോ? കാസ്ട്രോള്. ഹായ്, കൊള്ളാലോ, രസമുണ്ടല്ലേ? എടുത്താ മതി പുറത്തേക്ക്. എനിക്ക് പണ്ടേ കൊളാബ് ചെയ്യാൻ നേരം എന്ത് ഗിഫ്റ്റാണെന്ന് ഓർക്കുന്നില്ല, എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടിയേ. അത് മൊത്തം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചു. ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് അയ്യോ,
കുഞ്ഞെ ഇത് ഒരു കാസ്ട്രോൾ അല്ലടാ, ഏ ഇതേ ഒരു കാസ്ട്രോള്, ആ ഇതേ പിന്നെ ഒരു കാസ്ട്രോള്. 2 ഉണ്ടോ? ആ നീ ഉണ്ടോ? പിന്നെ ഒരു കാസ്ട്രോള്, 3 അത് കാസ്ട്രോള്. കൊള്ളാലല്ലേ. ആ. ഇനിയുണ്ടോ? ഈ ഒരു വിന്റേജ് ആയിട്ടുള്ളത് നോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനത്തെ. അടിപൊളി, അതൊരു നല്ല പെർഫെക്റ്റ് രസമുണ്ട്. ഗിഫ്റ്റ് ആയില്ലേ? അതെ അതെ അതെ, അടിപൊളി അടിപൊളി ഗിഫ്റ്റ്. gift ആയി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വിന്റേജ് ലുക്കൊക്കെ വരുന്നത് കണ്ടോ, നല്ല ക്യൂട്ടാ നോക്ക്, നല്ല രസമുണ്ട്. ഇത് ഇതിനകത്ത് തന്നെ വെക്കാം. നമുക്ക് പൊടിയൊക്കെ അടിച്ചു വരാനൊക്കെ ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആ അതല്ലേ നല്ലത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മളിവിടെ ക്ലീനിങ് പ്രോസസ്സിങ്ങും എല്ലാം ആയിട്ട് ഇവിടെ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ എല്ലാത്തിനും ഞാനും അപ്പം ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഞങ്ങൾ നല്ലതായിട്ട് ഈ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ നല്ലതായിട്ട് വേദനിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണം ഗൈസ്. രാവിലെ വന്നതാ, ഇനിയുണ്ട് കുറേ ഉണ്ട് പണി. ഇനി നമ്മൾ കുറേ ഇനി ക്ലീൻ ചെയ്യാനുണ്ട്, കുറേ ഉണ്ട് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആകെ മൊത്തമല്ല, എന്നുവെച്ചാൽ നീറ്റാണ്, പക്ഷെ നമ്മളായിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്, ഡീപ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ ആവുമായിരിക്കും എല്ലാം കഴിയുമ്പോൾ. കാരണം അത്രയും ഉണ്ട്, കുറച്ച് വലിയ വീടും കൂടെ ആയതുകൊണ്ട് അത്രയും അല്ലേ, അധികം പണികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അതിൻ്റെ കൂടെ ഞാൻ നല്ല ക്ഷീണിച്ചു ഗൈസ്, അതിൻ്റെ കൂടെ നല്ല വിശക്കുന്നുണ്ട്. അതിൻ്റെ വീട്ടിൽ ചോറും കറിയുണ്ടടാ. ഇവനെ ഞാൻ എപ്പോൾ എനിക്ക് വിശക്കുന്നടാ പറഞ്ഞ് വാങ്ങിച്ചു തരാട്ടാ ഇങ്ങനെ പറയും. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.